പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന, ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ പ്രാർത്ഥനയാണ്. അനവധി ആളുകളുടെ കണ്ണുനീരൊപ്പുന്ന പ്രാർത്ഥനയാണ്. ഈ വചനം ഇന്നേ ദിവസം നിങ്ങളുടെ കൂടെ, നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം നിങ്ങൾക്കൊരു പുതിയ ഊർജവും പുതിയ ആത്മവിശ്വാസവും പുതിയ ധൈര്യവും പുതിയ അഭിഷേകവും പുതിയ ദൈവകൃപയും ലഭിക്കുന്നതാണ് ഈ പ്രാർത്ഥന. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പ്രാർത്ഥന. ഒരു ശത്രുവും നിങ്ങളുടെ മേൽ പ്രബലപ്പെടുകയില്ല, ഒരു തിന്മയും നിങ്ങളുടെ മേൽ ശക്തി പ്രാപിക്കില്ല എന്ന് നിങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസമാണ് ഈ പ്രാർത്ഥന. നിങ്ങളുടെ ഏത് നിയോഗങ്ങളാണെങ്കിലും കണ്ണുനീരോടെ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ കർത്താവിനത് കേൾക്കാതിരിക്കാനാവില്ല. ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇരട്ടി കർത്താവ് നിങ്ങളെ സ്നേഹിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ തകർച്ചകളിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ഇതാ ഉണ്ട്. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, ജഡികാസക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന്, വ്യഭിചാരത്തിന്റെ ദുർഭൂതങ്ങളിൽ നിന്ന്, സ്വയംഭോഗത്തിന്റെ ദുർഭൂതങ്ങളിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന്, അനുസരണക്കേടുകളിൽ നിന്ന്, കലഹങ്ങളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, സംശയ രോഗങ്ങളിൽ നിന്നും, വിഷാദ രോഗങ്ങളിൽ നിന്നും, അകാരണ ഭയങ്ങളിൽ നിന്നും, നിരന്തരമായ കടബാധ്യതകളിൽ നിന്നും, ഒരു ഗതി കിട്ടാത്ത അവസ്ഥകളിൽ നിന്നും, നിരന്തരമായ പ്രാക്കുകളിൽ നിന്നും, ചാപദോഷങ്ങളിൽ നിന്നും, ശാപബന്ധനങ്ങളിൽ നിന്നും, കൂടോത്രങ്ങളിൽ നിന്നും, ആഭിചാരങ്ങളിൽ നിന്നും, സർപ്പദോഷങ്ങളിൽ നിന്നും, ക്ഷുദ്രക്രിയകളിൽ നിന്നും, ശത്രുവിൻ്റെ നോട്ടങ്ങളിൽ നിന്നും, കണ്ണുവെക്കലുകളിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും, പരദൂഷകരിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നതാണ് ഈ പ്രാർത്ഥന. നിങ്ങളുടെ കേസുകൾക്ക് നീതിയുണ്ടെങ്കിൽ അതിന് വിജയം നൽകാൻ, നിങ്ങളുടെ അതിരുകല്ല് തോണ്ടുന്നവനെ അവനെ തകർക്കാൻ, നിങ്ങളെ നിരന്തരമായി ഉപദ്രവിച്ച് നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കുന്നവനെ അവനെ തകർക്കാൻ സ്വർഗത്തിന്റെ ദൂതൻ കടന്നു വരും ഈ പ്രാർത്ഥനയിലൂടെ. പരദൂഷണങ്ങളിലൂടെ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർക്ക് എതിരെ നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. ആബേലിന്റെ രക്തനീതിക്ക് വേണ്ടി നിലവിളിച്ചതുപോലെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കണ്ണുനീരും നെടുവീർപ്പും സ്വർഗത്തിന്റെ വാതിലിൽ കടന്നു മുട്ടും. പ്രിയപ്പെട്ട മക്കളെ, ചതിക്കപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ ഇന്ന് ആശ്വസിക്കുക. ഒറ്റപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ ഇന്ന് ആശ്വസിക്കുക. ഒരിക്കലും ചതിക്കില്ല എന്ന് കരുതി നിങ്ങളെ ബിസിനസ്സിൽ പണം മുടക്കിയ നിങ്ങളുടെ ആ പങ്കാളികൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ കൈകാലുകൾ കെട്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കടം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തിരികെ തരാൻ ബോധപൂർവം തിരികെ തരാതിരിക്കുന്നവര്, കുത്സിത ശ്രമങ്ങളിലൂടെ നിങ്ങളുടെ ബിസിനസ് തകർക്കുകയും നിങ്ങളുടെ സമ്പത്ത് തകർക്കുകയും നിങ്ങളുടെ ആരോഗ്യം തകർക്കുകയും നിങ്ങളുടെ കുടുംബം തകർക്കുകയും ചെയ്ത ദുഷ്ടാത്മശക്തികളെ ബന്ധിക്കുന്നതാണ് ഈ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ആത്മവിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഒരു കൂട്ടായ്മയുണ്ട്, ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയുണ്ട്, ഇവിടെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, ഈ ഭദ്രാസന ദേവാലയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുണ്ട്. ആയതിനാൽ നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. കർത്താവിൽ നിങ്ങൾ കരുത്തുള്ളവരാകുക.
കർത്താവിൽ നിങ്ങൾ അഭിഷേകമുള്ളവരാകുക. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ബലഹീനരല്ല. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ അയക്കപ്പെടും. വിശ്വാസത്തോടെ രാവിലെ വൈകുന്നേരവും ഈ പ്രാർത്ഥന കേൾക്കുക. നിങ്ങളുടെ ജോലി തടസ്സങ്ങൾ മാറാൻ, കല്യാണ തടസ്സങ്ങൾ മാറാൻ, നിങ്ങളുടെ കുടുംബ തടസ്സങ്ങൾ മാറാൻ, നിങ്ങളുടെ കലഹത്തിന്റെ ദുരാത്മാവ് മാറാൻ, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് മാറാൻ യേശുക്രിസ്തുവിൽ ആശ്രയിക്കും മക്കളെ. നമുക്ക് ഇന്ന് ലഭിച്ച വചനം 2 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനമാണ്. പൗലോസ്ലീഹ പറയുക, ഞങ്ങൾ കർത്താവിന്റെ സ്ഥാനപതികളാണ്. പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ അംബാസിഡർമാരാകാനാണ്. കർത്താവിനോട് ചേർന്ന് ഈ ലോകത്ത് തിന്മയ്ക്കെതിരെ പടപൊരുതാനാ. ജീസസ് പൗലോസ്ലീഹ പറയണ കേട്ടോ, ഞങ്ങൾ വഴി കർത്താവ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ദൈവവുമായി രമ്യതപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. മനുഷ്യരുമായി രമ്യതപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. പ്രകൃതിയുമായി രമ്യതപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. പൗലോസ് പറയാ, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും രോഗികളെ സുഖപ്പെടുത്തുന്നവനുമായി കർത്താവേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ നിമിഷ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് നിമിഷം വിടുതൽ ലഭിക്കട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും വേദനകൾ ശമിപ്പിക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനുമായ കർത്താവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു, ഈ മക്കളെ എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും, തിന്മയുടെ രൂപികളിൽ നിന്നും, നാശകരമായ ജീവികളിൽ നിന്നും, പ്രകൃതി വിരുദ്ധ ശക്തികളിൽ നിന്നും, രോഗാണുക്കളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, നിരന്തരമുള്ള തടസ്സങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം വീണ്ടെടുത്ത് ഈ മക്കൾ അങ്ങയുടെ കാരുണ്യത്തെ പ്രകീർത്തിക്ക വിധം ഈ മക്കളുടെ ദുഃഖങ്ങൾ ഇന്ന് വിട്ടുമാറട്ടെ. അങ്ങയുടെ കാരുണ്യം കർത്താവേ, അങ്ങൊരു വാക്ക് അരുളി ചെയ്താൽ മതി, ഈ മക്കൾ സൗഖ്യം പ്രാപിക്കും, ഈ മക്കൾക്ക് വിടുതൽ ലഭിക്കും. എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളും വിട്ടുമാറും. കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, ആവിചാരങ്ങളെ, സർപ്പദോഷങ്ങളെ, ചാവുദോഷങ്ങളെ, പ്രാക്കുകളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷ നിങ്ങൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന മക്കൾക്ക് സാധിക്കുമെങ്കിൽ മക്കളെ കോഴിക്കോടേക്ക് വന്നോ. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ അടുത്തെന്ന് പറഞ്ഞാൽ മതി. ബീച്ചിലാണ് ഈ പള്ളി. നിങ്ങളിങ്ങോട്ട് വരിക, ഈശോയുടെ മുമ്പിൽ ഇരിക്കുക. വൈകുന്നേരം 6 മണി മുതൽ 8:30 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ ബഹിഷ്കരണ പ്രാർത്ഥന, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിന്റെ അത്ഭുത തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് പങ്കെടുക്കാനാകും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.